Hello everyone. So today we will be talking about instantaneous velocity and speed. So let us go to the definition. What is instantaneous velocity? This is the velocity of a particle at a particular instant of time or at a particular point on its path. അപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഡെഫിനേഷൻ എന്താണ്? ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ എങ്ങനെയായിരിക്കും? ഡെഫിനേഷൻ നമുക്ക് എഴുതാം. V is equal to limit delta t tends to 0 delta x by delta t. ഇതാണ് നമ്മുടെ ഡെഫിനേഷൻ. ഇതില് ഈ ടേം നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഇതെന്താണ്? നമ്മുടെ ആവറേജ് വെലോസിറ്റി ടേം ആണ്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമുക്ക് എങ്ങനെ പറയാം? It is the average velocity with the limit delta t going to 0. അപ്പോൾ ഈ കോൺസെപ്റ്റ് എന്താണ്? ഈ കോൺസെപ്റ്റ് നമുക്ക് അത്ര ഫെമിലിയർ അല്ല. എന്താണ് ലിമിറ്റ് ഡെൽറ്റ ടി ഗോസ് ടു 0? അതിനു വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാം. നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫിൽ y ആക്സിസിൽ എക്സ് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് നമുക്ക് എക്സ് ആക്സിസിൽ ടൈം ആണ്. നമ്മൾ പൊതുവെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് xt graph where x is in meters. Let us take this as 0. So now when you draw a position time graph, let us take it like this. Now at very two closed instance. ഈ closed instance എന്തായിരിക്കും? t1 ഉം t2 ഉം വളരെ ക്ലോസ് ആണ്. അപ്പോൾ t1 എന്താണ് t2 എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഡെൽറ്റ t which is actually t2 minus t1, if it is approximately equal to 0, പറഞ്ഞാൽ very close to 0 but not 0 and a very small number. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉള്ള വെലോസിറ്റി ആണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അത് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഡെൽറ്റ ടി എന്തായിരിക്കും? വെരി സ്മോൾ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓൺ ഇറ്റ്സ് പാത്തിൽ എന്തായിരിക്കും? ഈ ഡിഫറൻസ് വളരെ ചെറുതായിരിക്കും. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് dx by dt. dx by dt ആക്ച്വലി ഒരു ഡിഫറൻഷ്യൽ ആണ്. ഇതിന്റെ മീനിങ് എന്താണ്? ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വാട്ട്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ with respect to time. അല്ലെങ്കിൽ with respect to time, with respect to t. ഇതാണ് നമ്മുടെ dx by dt. ഇത് ഡിഫറൻഷ്യൽ ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ഡിഫറൻഷ്യലിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് ആണ് ഈ ഡിഫറൻഷ്യലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ഡെൽറ്റ എക്സ് ബൈ ടി എന്ന് പറയുന്നത് ശരിക്ക് നമ്മളൊരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആയിട്ട് വരും. ബിക്കോസ് നമ്മൾ അതിനെ ഒരു നോർമൽ സർക്കംസ്റ്റാൻസസിൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഇതിന്റെ സ്ലോപ്പ് വരച്ചാലാണ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി വരിക. ഇതാണ് അതിന്റെ വരിക, സ്ലോപ്പ് വരിക. അപ്പോൾ ഇവിടെ അതന്നെ, ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന ടാൻജന്റ്. വാട്ട് ഈസ് എ ടാൻജന്റ്? നമുക്കൊരു ഗ്രാഫ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്, അത് കൂടെ നമ്മൾ ഇങ്ങനെ ഒരു ലൈന് ടച്ചിങ് അറ്റ് വൺ പോയിന്റ് ആൻഡ് ദിസ് വിൽ ബി it will be the slope of the tangent to the function at that point. ഇതാണ് അതിന്റെ മാത്തമാറ്റിക്കൽ മീനിങ്. സോ ഫോർ ദി ടൈം ബീങ് നമുക്ക് പഠിക്കാം എന്താണ് ഒരു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇറ്റ് ഈസ് വാട്ട്? ഇറ്റ് ഈസ് ദി ലിമിറ്റ് at t is equal to 0 for an average velocity. അതിന്റെ ഒരു ഫിസിക്കൽ ഡെഫിനേഷൻ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ at a particular instant of time or at a particular point on its path. Okay. Now let us try two things about instantaneous velocity. First thing is instantaneous velocity. Instantaneous velocity need not be equal to average velocity. Actually will be need not be equal to average velocity. ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് പൊതുവെ നമ്മളൊരു സിസ്റ്റത്തിന്റെ മൊത്തം ഡിസ്പ്ലേസ്മെന്റും ഇത് എടുത്തിട്ടാണ് ചെയ്യുന്നത്.
ഇൻസ്റ്റന്റ് വെലോസിറ്റി ഒരു പോയിന്റിൽ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ സമയത്തും നമ്മൾ സെയിം സ്പീഡിലല്ല മൂവ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ സമയം ടോട്ടൽ സമയവും ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ചിലപ്പോൾ ചില പോയിന്റിൽ നമുക്ക് റോഡ് സ്മൂത്ത് ആണ്, നമ്മൾ ചിലപ്പോൾ സ്പീഡ് കൂടും, ചിലപ്പോൾ ബംപി റോഡ് ആണെങ്കിൽ സ്പീഡ് കുറയാൻ. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയിൽ ആ ഇൻസ്റ്റന്റിൽ എന്തായിരുന്നു സ്പീഡിനെയാണ് അത് ഇതാക്കുന്നത്, അത് ചിലപ്പോൾ നമ്മുടെ ആവറേജ് വെലോസിറ്റിയുടെ സെയിം ആയിരിക്കില്ല. മോസ്റ്റ് ഓഫ് ദി കേസസിൽ എന്തായിരിക്കും, അത് ലെസ് ദാനോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനോ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ അവിടെ വരച്ച ഗ്രാഫ് നിങ്ങൾക്ക് കണ്ടറിയാം. ഇവിടെ വരച്ച ഗ്രാഫ് കണ്ടറിയാം. എന്താ അറിയാം, വെലോസിറ്റി ടൈം ഗ്രാഫ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രാഫ് ഒരിക്കലും എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആവണമെന്നില്ല. ഒരു യൂണിഫോം മോഷനിൽ നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്ന പോലെ എപ്പോഴും നമ്മളൊരു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വരയ്ക്കുമ്പോൾ എപ്പോഴും അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആവണമെന്നില്ല. അത് ഇങ്ങനത്തെ ഒരു ലൈൻ ആവാം. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഇങ്ങനത്തെ ഒരു ലൈനിൽ നിന്ന് നമ്മൾ സ്ലോപ്പ് എടുക്കണേക്കാട്ടിലും നല്ല നമ്മൾ എന്താ വെച്ചാൽ ചെറിയ ചെറിയ മൈനർ പോയിന്റ്സിലാണ് സ്ലോപ്പ് എടുക്കുന്നത്. ഈ ലൈനിനെ നമ്മൾ ഇങ്ങനെ പല കഷ്ണങ്ങളാക്കിയാൽ ഓരോ പോയിന്റും ഈ രണ്ട് ചെറിയ ഡിസ്റ്റൻസും ഒക്കെ സ്ട്രെയിറ്റ് ലൈനാണ്. പക്ഷേ മൊത്തത്തിൽ ഡിസ്റ്റൻസ് ഈ ഈക്വൽ ഡിസ്റ്റൻസസിന് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം കവർ ചെയ്യണമെന്നില്ല. ഇത് പ്രാക്ടിക്കലി നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ പോസിബിൾ അല്ല. പക്ഷെ ഓരോ മിനിയേച്ചർ ഡിസ്റ്റൻസ്, ഓരോ ഡി എക്സ്, നമ്മളവിടെ ഡി എക്സ് ബൈ ഡി ടി എന്നാ പറഞ്ഞ്, ഓരോ ഡി എക്സും ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാം. നമ്മളിവിടെ ഡി എക്സ് ബൈ ഡി ടി എന്ന് ഉപയോഗിച്ചു. അപ്പൊ എന്താണ് ഒരു ഡിഫറൻഷ്യൽ? Again, differential is actually the rate of change of a function. Differential എന്ന് പറയുന്നത് rate of change of a function. Rate of change of a function. ഇത് ഭയങ്കര ലേമാൻ ടേംസിലാണ് ഞാൻ പറയുന്നത്. Need for differential. Need for differential in physics. Need for differential in physics. In physics എന്ന് എഴുതാം. അപ്പോൾ ഫിസിക്സിന് വേണ്ടിയിട്ടുള്ള ബേസിക് ഒരു ഡിഫറൻഷ്യലിന്റെ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞുതരാം. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ. ഇവിടെ ഫംഗ്ഷൻ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമ്മൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി. വേറെ ചില കേസിൽ ചിലപ്പോൾ നമ്മൾ ഡി വി ബൈ ഡി ടി എന്ന് എഴുതും. അപ്പോൾ ആ ഒരു ഫംഗ്ഷന്റെ ഒരു ചെറിയ ഒരു മിനിസ്ക്യൂൾ എലിമെന്റ്, ഒരു സ്മോൾ എലിമെന്റിൽ വരുന്ന ചേഞ്ചസ്, അതിനാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊന്ന് ഒരു എക്സാമ്പിൾ ചെയ്യാം. വിചാരിച്ചോളൂ, ഒരു വാല്യൂ, അപ്പോൾ എക്സ് ഇവിടെ 4 ആണ്. 4 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫംഗ്ഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ബിക്കോസ് ഒരു ഡിഫറൻഷ്യൽ ഓഫ് എ കോൺസ്റ്റന്റ് വിൽ ബി 0. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എന്തായിരിക്കും? ഡി എക്സ് ബൈ ഡി ടി വിൽ ബി 0. പക്ഷേ സപ്പോസ് എക്സ് ഈസ് സം വാല്യൂ, സം ഫംഗ്ഷൻ ഓഫ് ടി. അപ്പോൾ അതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് സപ്പോസ് എക്സ് ഈസ് ഈക്വൽ ടു ടി എൻ. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി വിൽ ബി എൻ ടി റേസ് ടു എൻ മൈനസ് 1. ഇതാണ് ദ ബേസിക് ഫോർമുല ഫോർ ഡിഫറൻസിയേഷൻ, വെരി ബേസിക്. അപ്പോൾ എന്താണ്? എക്സ് ഈസ് സം ഫംഗ്ഷൻ ഓഫ് ടി എൻ. വിചാരിച്ചോളൂ, ഇനിയിപ്പോൾ ഇവിടെ ഒരു എ എക്സ് ടി എൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എ നമുക്ക് ഡിഫറൻസിയേഷൻ പുറത്തെടുക്കാം, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഡിഫറൻസിയേഷൻ. അപ്പോൾ എ എൻ ടി റേസ് ടു എൻ മൈനസ് 1. അതാണ് നമ്മുടെ ഡിഫറൻസിയേഷന്റെ ബേസിക്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്? സോ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, or let us say instantaneous speed, or simply speed actually is what? Is the magnitude of velocity. അപ്പോൾ നമുക്കിവിടെ what we want to say is like നമ്മുടെ ഇപ്പോൾ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും പോലെ, where velocity can be having positive velocity if it is in the same direction, can have negative velocity, but speed irrespective of that, സ്പീഡ് എന്താണെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കില്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്, വെലോസിറ്റി എപ്പോഴും ഡയറക്ഷൻ ഡിപ്പെൻഡന്റ് ആണ്. ഈ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പോസിറ്റീവ് ടേം എടുക്കാം, ഈ ഡയറക്ഷനിലേക്ക് നമ്മുടെ നൊട്ടേഷൻ എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നെഗറ്റീവ് എടുക്കാം. അപ്പോൾ വെലോസിറ്റി പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പക്ഷെ സ്പീഡ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ മാഗ്നിറ്റ്യൂഡ്, ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ മാഗ്നിറ്റ്യൂഡ്.
അപ്പോൾ അതിന് പോസിറ്റീവും നെഗറ്റീവ് ടേംസിന്റെയും ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ പറ്റിയിട്ടും. Now let us do a problem. So let us say let us from the position of an object along x-axis നമുക്ക് is equal to a plus b t square എന്ന് പറയാം. ഈ ചോദ്യം എന്താണ്? Instantaneous velocity at x is equal to 2 seconds. At t is equal to 2 seconds. Okay, remove here. At t is equal to 2 seconds. ഇനി അടുത്ത ചോദ്യം ആദ്യം ഇത് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമുക്കറിയാം dx by dt. നമുക്ക് ഇതറിയാം. അപ്പോൾ dx എന്താണ്? d by dt a plus b t square. അപ്പോൾ dA by dt എന്താണ്? 0 ആണ്. ബിക്കോസ് a is ഒരു കോൺസ്റ്റന്റ്. എയുടെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. a ഇവിടെ 8.5ഉം b എന്ന് പറയുന്നത് 8.5 മീറ്റേഴ്സും b എന്ന് പറയുന്നത് 2.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇത് 0 ആയി. പ്ലസ് ബി ടി സ്ക്വയർ. ടി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം n tn മൈനസ് 1. അപ്പോൾ 2t ഇൻറ്റു 2t. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2bt എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ t is equal to 2 seconds. ഇവിടെ t2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം യു വിൽ ഗെറ്റ് 10 meter per second. I hope this is clear. ഇത് 2 ആണ്, b 2.5 ആണ്, 5 ആയി. അപ്പോൾ ഇൻറ്റു 2 10 meter per second. ഇതാണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി at t is equal to 2 seconds. ഇനി എന്തായിരിക്കും ആവറേജ് വെലോസിറ്റി? ചോദ്യം ഇതായിരിക്കും. ആവറേജ് വെലോസിറ്റി between t is equal to 0 and t is equal to 2 seconds. Average velocity between t is equal to 0 and t is equal to 2 seconds. Let us go by the definition of average velocity. Average velocity definition എന്താണ്? Average velocity definition x2 minus x1 by t2 minus t1. ഇവിടെ x2 എന്ന് പറയുന്നത് എന്താണ്? x 2 seconds minus x 0 seconds by t2 എന്ന് പറയുന്നത് 2 seconds t1 0. x2 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ x എന്താണ്? a plus b t square ആണ്. അപ്പൊ x2 എന്തായിരിക്കും? a സെയിം ആണ്, b t square പറഞ്ഞാൽ b into 4. അപ്പൊ is equal to a plus 4b. x0 എന്തായിരിക്കും ഇവിടെ? x0 a ആണ്, t square t0 ആണല്ലോ, plus 0 which is same. അപ്പൊ x2 minus x1. അപ്പൊ ആവറേജ് വെലോസിറ്റി എന്തായി? ആവറേജ് വെലോസിറ്റി will be x2 minus x1, which we have written already, need not write again. We'll write it. നമുക്ക് നേരിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a plus 4b minus a. So നമുക്ക് 4b by 2 which is 2b. b നമുക്കറിയാം 2.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് velocity will be, so how much it is? 5 meter per second. So this is, I hope, clear. അപ്പോൾ നമുക്ക് ആവറേജ് വെലോസിറ്റി കിട്ടിയത് 5 meter per second ആണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി at is equal to 2 seconds കിട്ടിയത് 10 meter per second ആണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ കോൺസെപ്റ്റ് മനസ്സിലായി. എന്താണ് കോൺസെപ്റ്റ്? at a particular instant of time നമ്മുടെ ബോഡി എങ്ങനെ മൂവ് ചെയ്യുന്നു, എത്ര സ്പീഡിൽ മൂവ് ചെയ്യുന്നു എന്ന് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിക്ക് അറിയേണ്ട കാര്യമില്ല. കൃത്യം t is equal to 2 seconds എന്തായിരുന്നു സ്പീഡ്? 10 meter per second. പക്ഷെ ഒരു ആവറേജ് വെലോസിറ്റി എന്ന് പറയണത് ആ ഡിസ്റ്റൻസ്, ഇപ്പോൾ ഒരു 0 to 2 സെക്കൻഡ്സിന്റെ ഉള്ളിൽ ആ ഒബ്ജക്റ്റിന് എന്തായിരുന്നു സ്പീഡ്, അതാണ് നമ്മുടെ ആവറേജ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് അതിന്റെ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും അറിഞ്ഞിരിക്കണം. അപ്പൊ അവിടെ കിട്ടുന്നത് 5 meter per second ആണ്. അപ്പോൾ നമ്മുടെ ഇനി ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും സെയിം ആവണമെന്നില്ല. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നീഡ് നോട്ട് ബി സെയിം ഇൻ മോസ്റ്റ് ഓഫ് ദി കേസസ്.
Only when object is moving with continuous uniform motion, then there is a chance that both velocities will be same. Otherwise, they will be different. Thank you.